വെളുപ്പിന് 2:30 ആയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഒരുങ്ങിയിട്ട് എങ്ങോട്ടെന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാറിലോട്ട് പോവുകയാണ്, ഞാനും മോനും. നമ്മൾ അംഗൻവാടിയിൽ നിന്നുള്ള ടൂർ പാക്കേജിൽ KSRTC ബസ്സിലാണ് പോകുന്നത്. അങ്ങനെ ചേട്ടന് ടാറ്റാ ബൈവിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. യാത്രയുടെ പകുതി ഭാഗം നമ്മൾ ഉറക്കമായിരുന്നു. ഉറക്കമൊക്കെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് നല്ല കോടയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കുഞ്ഞൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ വെയിലൊക്കെ വന്നത് നമ്മൾ തട്ടേക്കാട് ഭാഗമൊക്കെ ആയപ്പോഴാണ്, തട്ടേക്കാട് വന്നപ്പോഴാണ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് വീണ്ടും നമ്മുടെ മെയിൻ സ്ഥലമെന്ന് പറയുന്നത് മാമലക്കണ്ടവും മൂന്നാറുമാണ്. അങ്ങനെ ആദ്യമേ മാമലക്കണ്ടത്തിലോട്ടാണ് പോയത്. അവിടുത്തെ റോഡിലെ യാത്ര വളരെയധികം ഭയാനകമായിരുന്നു. ആദ്യമൊന്നും വണ്ടിയിൽ ഇരിക്കുന്നേ ഇല്ലായിരുന്നു, നിന്നുകൊണ്ടുള്ള ചാട്ടമായിരുന്നു. അത് അങ്ങനെ കുറച്ച് നേരം ഈ ഒരു പോർഷനിലായിട്ട് വണ്ടി നിർത്തിയിട്ട് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനും ഒക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ. ഇത് കണ്ടക്ടർ ഒരു നല്ല സഹകരണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോയിട്ടുണ്ട്. മാമലക്കണ്ടത്ത് ട്രക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും കയറാൻ പറ്റത്തില്ല. ഞങ്ങൾ താഴെയുള്ള പോയിന്റുകൾ മാത്രമേ കണ്ടുള്ളൂ. മെയിനായിട്ടും അവിടെ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കാണിക്കാനായിട്ട് പോയത്, പക്ഷേ വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളച്ചാട്ടത്തിന് പരിധി ഉണ്ടല്ലോ. ഇതാണ് മെയിൻ ടീച്ചർ കേട്ടോ. ടീച്ചർ ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. എല്ലാവരും നല്ല ആക്റ്റീവ് ആയിരുന്നു. കുറേ പിള്ളേരുണ്ടായിരുന്നു കൂട്ടത്തിൽ. ടീച്ചർമാരായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അംഗൻവാടിയിൽ നിന്ന് പൊടി വാങ്ങുന്നവരാണല്ലോ, അപ്പം ഞങ്ങൾക്കും പോകാം. അങ്ങനെ നമ്മൾ മാമലക്കണ്ടത്തിൽ വന്ന് കുറച്ച് പേര് ട്രക്കിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ സമയം ഞങ്ങൾ കുറച്ച് പോർഷൻസൊക്കെ നടന്ന് കാണാനും നല്ലതായിരുന്നു കേട്ടോ. ഈ ട്രക്കിങ്ങിനേക്കാളും നല്ല അടിപൊളി രസമായിരുന്നു ഇങ്ങനെ നടന്ന് പോകാനായിട്ട്. പിള്ളേരെ കൊണ്ട് നടക്കുന്നത് മാത്രമേ ഉള്ളൂ റിസ്ക്. കുറച്ച് റിസ്ക്കൊക്കെ എടുത്താലും കുഴപ്പമില്ല, പിള്ളേരെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് വേറൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ പോകുന്ന വഴിക്കാണ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം പൊന്നൂസൊക്കെ വെള്ളത്തിൽ നല്ല കളിയായിരുന്നു. ആദ്യമേ പിടിച്ചാൽ കിട്ടത്തില്ല, ആദ്യം വേണമെങ്കിൽ വെള്ളത്തിൽ മുങ്ങുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ മുറുക്കി പിടിച്ച് തുണിയൊക്കെ എന്തായാലും നനച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചയൂണും കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ്. ഇത് സ്ഥലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഒരുപാട് പേര് മൂന്നാർ പോകുമ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റ് പോകാറുണ്ടല്ലോ. അങ്ങനെ ആദ്യം ഉറക്കമായിരുന്നു. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഉറങ്ങി ആദ്യം അവിടെ എത്തിയപ്പോൾ ആദ്യം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് KSRTC ബസ്സിൽ ടൂർ ഉല്ലാസ യാത്ര പാക്കേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ടായിരുന്നു. അതിൽ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആദ്യം കൂടെ പാടുന്നതാണ്. പിന്നെ കോടയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് അവിടെ നിന്ന് പോകണമായിരുന്നു. പിന്നെ അവർക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാക്കണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയി. എനിക്കാണെങ്കിൽ റോഡിൽ യാത്ര ഭയങ്കര പേടിയായിരുന്നു. അധികം വീഡിയോസൊന്നും ഞാൻ എടുക്കാൻ നിന്നില്ല. അത് ആദ്യയുടെ തുള്ളലും കൂടെ ആകുമ്പോൾ വീഡിയോ ഒട്ടും പറ്റത്തുമില്ല. പിന്നെ രാത്രി 10:30 നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് ടീച്ചർ നല്ല ആക്റ്റീവായിരുന്നു പകുതി വരെ. അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് 2:30 ആയിട്ടുണ്ടായിരുന്നു. കണ്ടക്ടറും ഒക്കെ നല്ല ഡാൻസൊക്കെ കളിച്ച് എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട്.